ഈ ഗവൺമെന്റ് അധികാരത്തിൽ കയറിയപ്പോൾ എന്തൊക്കെയായിരുന്നു കുട്ടിഘോഷങ്ങൾ, അഴിമതി ലവലേശം തരിമ്പ് പോലും അനുവദിക്കില്ല എന്നാണ് പിണറായി വിജയൻ കേരളത്തിന് ഉറപ്പ് നൽകിയത്. അധികാരത്തിന്റെ ഇടനാഴികളിൽ അവതാരങ്ങളെയൊന്നും സമ്മതിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ ഓരോ ഫയലിലും ഓരോ ജീവിതമാണ് എന്നൊക്കെ പറഞ്ഞു. മനോഹരമായ പ്രസംഗമായിരുന്നു. പക്ഷേ ആ പ്രസംഗം എഴുതി കൊടുത്ത ആളിന്റെ മനോധർമ്മത്തിനപ്പുറത്തേക്ക് അതുമായി ബന്ധപ്പെട്ടൊന്നും ഈ കേരളത്തിൽ നടന്നില്ല. 9 വർഷം കഴിയുകയാ, 10ാം വർഷത്തിലാണ് നമ്മളിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഗവൺമെന്റിന്റെ ഓരോ പ്രവർത്തികൾ, ഈ ഗവൺമെന്റ് എങ്ങനെയാണ് കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത്. കുടുംബാംഗങ്ങൾ തന്നെ അവതാരങ്ങളാകുന്ന കാഴ്ചയാണ് നമ്മൾ കേരളത്തിൽ കണ്ടത്. എക്സാലോജിക്കിന്റെ കേസ് ആരും മറന്നിട്ടുണ്ടാവില്ല. കരിമണൽ കമ്പനിയിൽ നിന്ന് ചെയ്തു കൊടുക്കാത്ത സേവനത്തിന് 1.72 കോടി കൈപ്പറ്റിയ കേസ്. അത് അഴിമതിയല്ലെന്നാ പറയുന്നത്. അതെങ്ങനെ അഴിമതി അല്ലാതിരിക്കുക? അതിപ്പോ SFI അന്വേഷിച്ചു, പക്ഷെ അതെങ്ങും എത്തുന്നില്ല. എവിടെയാണ് ഈ കേസുകളുടെയൊക്കെ അന്വേഷണത്തിന് തടസ്സം ഉണ്ടാവുന്നത്? നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമല്ലേ? കേരളത്തിൽ നടക്കുന്ന ചില അഴിമതികളെ മറ്റാരോ സംരക്ഷിക്കുന്നുണ്ട് എന്നാണോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ലാവ്ലിൻ കേസ് ശ്രീ പിണറായി വിജയനെതിരായിട്ടുള്ള കേസാ. 40ലേറെ തവണയാണ് സുപ്രീം കോടതി മാറ്റിവെച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാ? അഴിമതി കേസാ. ഈ കേസുകളിലൊന്നും യാതൊരു വസ്തുതയും ഇല്ലെങ്കിൽ, ഇവരാരും തെറ്റു ചെയ്തിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് വിചാരണയെ നേരിടാൻ തയ്യാറാവുന്നില്ല? എന്തിനത് മടി കാണിക്കുന്നു? കഴിഞ്ഞ 6-7 വർഷമായിട്ട് ഇതിങ്ങനെ കോടതിയിൽ വരും പോകും എന്ന് മട്ടി നിൽക്കുക.